അഡ്വക്കേറ്റ് അരുൺകുമാറാണ് ചേരുന്നത്. അരുൺകുമാർ, എക്സോലോജിക് കേസിൽ ഇപ്പോൾ കേന്ദ്രത്തിനും SFIക്കും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഹർജിയിൽ വിധി പറയും വരെ കേസിൽ തുടർ നടപടികൾ പാടില്ല എന്ന കർണാടക ഹൈക്കോടതിയുടെ വിധി വരികയാണ്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണമെന്ന കേസിന്റെ പല ആവർത്തി വിവിധ തരത്തിൽ CPIM പ്രതിനിധികൾ എല്ലാം തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ അതിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള ഒരു വിധി അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? ഏതായാലും ഇവിടെ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങളാണല്ലോ ഒരു കമ്പനികൾക്കെതിരെ സ്വീകരിക്കാൻ കഴിയുക. ഇവിടെ ഏറ്റവും ആദ്യം കേരള ഹൈക്കോടതിയിൽ നിലനിന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഫയേഴ്സ് ഓഫ് ദി കമ്പനി സെക്ഷൻ 210 കമ്പനീസ് ആക്ട് പ്രകാരം അന്വേഷണം നടത്തണം എന്നുള്ള ഒരു പ്രയർ വെച്ചുകൊണ്ടുള്ള ഒരു റിപ്പറ്റീഷനാണ് ശ്രീ ഷോൺ ജോർജ് കേരള ഹൈക്കോടതിയിൽ കൊടുത്തത്. അതിന്റെ വാദമധ്യേ എന്താണ് നടപടികൾ സ്വീകരിച്ചത് എന്ന് കമ്പനി കാര്യ മന്ത്രാലയം കോടതിയെ അറിയിക്കണമെന്ന് ഉള്ള ആവശ്യം ഉന്നയിച്ചു കോടതി. അപ്പൊ അതിനിടയിലാണ് 210 സെക്ഷൻ പ്രകാരമുള്ള അഫയേഴ്സ് ഓഫ് ദി കമ്പനി കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഉത്തരവ് പാസാക്കിയത്. അത് 3 രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് തീരുമാനമായത്. അത് ജനുവരി മാസം 14 തീയതിയാണ് 2024. അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ സെക്ഷൻ 212 പ്രകാരമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവുണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിട്ടു. അതിനുണ്ടായിട്ടുള്ള കാരണം ശരിക്കും ആദ്യം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത റിട്ട് പെറ്റീഷനിൽ 210 പ്രകാരം അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യമാണ് ഉണ്ടായിരുന്നത്. ആ ആവശ്യം അനുവദിക്കപ്പെട്ടതിന് ശേഷം സെക്ഷൻ 212 പ്രകാരം കൂടി അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ റിട്ട് പെറ്റീഷന്റെ പ്രയർ ഭാഗം അമെൻഡ് ചെയ്യാൻ അപേക്ഷ സമർപ്പിക്കുകയും ആ അപേക്ഷ ഹൈക്കോടതി അനുവദിക്കുകയും അതിനെക്കുറിച്ച് കേന്ദ്രത്തിന്റെ ഒരു അഭിപ്രായം ആരായുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ സാധാരണ ഒരു പ്രയർ ആവശ്യപ്പെട്ട റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ആ പ്രയർ അനുവദിക്കുകയും ചെയ്താൽ ആ റിട്ട് പെറ്റീഷൻ കാലഹരണപ്പെട്ടു എന്ന് ബോധ്യമായ കേസിലാണ് വീണ്ടും ഒരു സെക്ഷൻ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുള്ള ഒരു അമെൻമെന്റ് പെറ്റീഷൻ വരികയും അത് കോടതി അംഗീകരിക്കുകയും വീണ്ടും വിശദീകരണം ആവശ്യപ്പെട്ടത്. ഇതിനിടയിൽ തന്നെയാണ് ജനുവരി മാസം 31 സെക്ഷൻ 212 പ്രകാരം SFIയെ കൊണ്ട് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിന് 8 മാസത്തെ കാലാവധിയും കൊടുത്തു. പിറ്റേ ദിവസം തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നത് നാം കാണുകയാണ്. സാധാരണ കമ്പനീസ് ആക്ടിന്റെ നിയമപ്രകാരം ഒരു അന്വേഷണം ആരംഭിച്ചാൽ ആ അന്വേഷണ നടപടികൾ പൂർത്തീകരിക്കാതെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാറില്ല. അപ്പോൾ ഒരേ സമയത്ത് 2 ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ചോദ്യം ചെയ്തിട്ടാണ് ശ്രീമതി വീണ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. ആ കേസിൽ ഇന്ന് വാദം കേട്ട് ഇടക്കാല ഉത്തരവിന് വേണ്ടിയിട്ട് ഇന്ററിം ഓർഡറിന് വേണ്ടിയിട്ട് കേസ് മാറ്റുകയും വിധി പറയുന്ന വേണ്ടി മാറ്റുകയും അതിനിടയിൽ യാതൊരു തരത്തിലുള്ള കൊയർഷീവ് സ്റ്റെപ്സും പാടില്ല, തുടർ നടപടികൾ പാടില്ല എന്നുള്ള ഒരു ഇടക്കാല ഉത്തരവുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും അത് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. കാരണം കമ്പനീസ് ആക്ടിന്റെ നിയമപ്രകാരം വലിയൊരു വയലേഷൻ നടന്നിരിക്കുന്നു. 2 ഇൻവെസ്റ്റിഗേഷൻ ഒരേ സമയത്ത് ആരംഭിച്ച് തങ്ങളുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി അത് പൂർത്തീകരിക്കുന്നു, മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരാവശ്യമാണ് ഈ റിട്ട് പെറ്റീഷന്റെ ഭാഗമായിട്ട് വന്നത്. അത് കോടതി വളരെ ഗൗരവത്തിൽ തന്നെ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടർ നടപടികളെല്ലാം കോടതി കേസ് വിധി വരുന്നത് വരെ തടഞ്ഞു വയ്ക്കുന്ന ഒരു നടപടിക്രമം ഉണ്ടായിട്ടുള്ളത്. അത് ഏതായാലും സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെയധികം നന്ദി. അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ് പ്രതികരിച്ചത്.